ഫസ്റ്റ് ഓൺ 24 പി വി അൻവറിനെ UDF പരിഗണിക്കുന്ന കോഴിക്കോട് ബേപ്പൂരിൽ ആദം മുൾസിയുടെയും KP നൌഷാദ് അലിയുടെയും പേരുകളും സർവേ റിപ്പോർട്ടിൽ. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇതുള്ളത്. GCC അധ്യക്ഷൻ K പ്രവീൺ കുമാറിന് കൊയിലാണ്ടിയിലും കോഴിക്കോട് നോർത്തിൽ K ജയന്തിനും നാദാപുരത്ത് KM അഭിജിത്തിനുമാണ് വിജയസാധ്യത. പട്ടികയിൽ ഇവരുടെ പേരുകളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ദീപക് ധർമ്മടം കോഴിക്കോട്ട് വിവരങ്ങളുമായുണ്ട്. ദീപക്, കനകുലു നൽകിയിട്ടുള്ള ആ മാനദണ്ഡങ്ങൾ പ്രകാരം ആരുടെയൊക്കെ പേരുകൾ എവിടെയൊക്കെ എന്നതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. പ്രവീൺ കുമാർ കൊയിലാണ്ടിയിൽ മത്സരിക്കുന്നത് നന്നായിരിക്കും എന്നാണോ? ബേപ്പൂരിൽ ആദം മുൾസിയുടെ പേര് കേൾക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, ഇതിൽ കനകോലുവാണ് ഇക്കുറി സ്ഥാനാർത്ഥി നിർണയത്തിലെ നിർണായക ഘടകം എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. എത്രയും പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24നോട് പറഞ്ഞതുമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ കോഴിക്കോട്ടെ സാധ്യതാ പട്ടിക കനകോലു നൽകിയത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിലേറ്റവും നിർണായകം DCC പ്രസിഡന്റുമാർ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ KPCC ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് തന്നെ DCC പ്രസിഡന്റ് കോഴിക്കോട് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിനെ കൊയിലാണ്ടിയിൽ മത്സരിപ്പിച്ചാൽ വിജയസാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഇതുകൂടാതെ ഇപ്പോൾ കോൺഗ്രസിനൊപ്പം ചേർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് UDFിലേക്ക് വന്ന UDFിൻ്റെ അസോസിയേറ്റ് മെമ്പറായ PV അൻവറിനെ അവിടെ നിലമ്പൂരിൽ നിന്നും അദ്ദേഹം തിരിച്ചു വന്ന് ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കും എന്നുള്ളതായിരുന്നു പ്രചരണം. ആ രീതിയിലുള്ള പ്രതികരണവും അദ്ദേഹം തന്നെ നടത്തിയിരുന്നു. പക്ഷേ എന്നാൽ അവിടെ രണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേരാണ് വന്നിരിക്കുന്നത്. ആദം മുൻസിയുടെയും അതുപോലെ KP നൌഷാദ് അലിയുടെയുമാണ് പേരുകൾ വന്നിരിക്കുന്നത്. ഇതുകൂടാതെ നാദാപുരത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് അഭിജിത്ത്, ബാലുശ്ശേരിയിൽ KSU ജില്ലാ പ്രസിഡന്റ് TV സൂരജ്, അതുപോലെ നോർത്തിൽ ജയന്ത്, ഇങ്ങനെയുള്ള പേരുകളാണ് വന്നിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ പേരാമ്പ്ര ലീഗിൻ്റെ കയ്യിലുള്ള മണ്ഡലമാണ്, അത് തിരിച്ചുപിടിക്കാൻ നോക്കുന്നു. മറ്റൊരു കാര്യം, എലത്തൂർ മണ്ഡലം സിറ്റിംഗ് മന്ത്രിയുടെ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലം പിടിക്കാൻ വേണ്ടി അവിടെ ഈ മാണി സി കാപ്പൻ്റെ പാർട്ടിയിൽ നിന്നും ഏറ്റെടുത്തുകൊണ്ട് അവിടെ ദിനേശ് മണിയെ മത്സരിപ്പിക്കാൻ വേണ്ടിയും വിദ്യാ ബാലകൃഷ്ണനെ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. ഏതായാലും കനകോലുവിൻ്റെ പട്ടികയിൽ ബേപ്പൂരിൽ അൻവറിന് വിജയസാധ്യതയില്ല, കൊയിലാണ്ടിയിൽ DCC പ്രസിഡന്റിനെ മത്സരിപ്പിക്കുന്നത് വിജയസാധ്യതയുണ്ടെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് ഗോപികൃഷ്ണൻ. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.